ലൈഫ് സക്രച്ചാലോട്ട് നിൽക്ക് വേണ്ട 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 സാർ. അപ്പൊ കുറച്ച് മാസം മുമ്പ് നമ്മൾ ചെന്നൈ പോയിരുന്നു. അതുപോലെ നമ്മൾ ഇന്ന് കോയമ്പത്തൂർ പോവാണ് ഗൈസ്. അപ്പൊ നമ്മൾ ക്രിസ്മസിന് പിറ്റേ ദിവസം ഉണ്ടോ അപ്പൊ നമ്മൾ ഇന്ന് കോയമ്പത്തൂർ പോകണേ. നമുക്ക് നേരെ പോയാലോ. സാധനം എടുക്കട്ടോ. ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇറങ്ങും. വെള്ളം കുപ്പിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പം തന്നെ ഇറങ്ങും കേട്ടോ. നല്ല ഡ്രസ്സും അങ്ങനെ അരിയൊക്കെ കൊണ്ടുപോണ്ട് ഇറങ്ങിട്ടോ. കോയമ്പത്തൂരിട്ട് പോണേണ്. അപ്പം നമുക്ക് പോണ വഴിയൊക്കെ കാണിച്ചു തരാം. അങ്ങനെ കുറേ സ്ഥലത്ത് പോകണം കേട്ടോ കോയമ്പത്തൂര്. ഞങ്ങൾ ഇറങ്ങിട്ടോ. കോട്ടപ്പുറം നിർത്തിയേക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഇതാണ് ഹോട്ടല്. കാലക്ക വരവിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തെങ്കിലും കഴിക്കട്ടെ, വിശക്കുണ്ട്. ഏകദേശം ഉച്ചയ്ക്ക് നമ്മളെ ആംബിയൻസ് ഉള്ള ഹോട്ടലായിരുന്നു. പിന്നെ നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെവിടെയായിരുന്നു ചുറ്റിക്കിറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. അമ്മ പോകുന്നുണ്ട്. നല്ല കാറ്റാണ്, കാലാത്തിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചില്ല് ചെയ്യാൻ വേണ്ടി കുറേ സീറ്റുകളുണ്ട്, പല ടൈപ്പ് സീറ്റുകൾ. പിന്നെ കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടി, കളിക്കാൻ വേണ്ടി. പിന്നെ ഇത് നമ്മളെ ഇഴുകണ സ്ലൈഡുണ്ട്, ഒരു ട്രാംപോലീൻ ഉണ്ട്, അങ്ങനെ സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം ഇതൊക്കെ നോക്കാം. ഗൈസ് നമ്മളല്ലേ അവിടെ മറ്റേ ഷിറ്റ്സൂനെയും പിന്നെ ആസ്കീനെയും പല വെറൈറ്റി കളറുള്ള ആസ്കീനെയും ആസ്കിയുടെ കുഞ്ഞിനെയും ഷിറ്റ്സൂൻ്റെ കുഞ്ഞിനെയൊക്കെ നമ്മൾ കുറേ കണ്ടിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ കുഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ തന്നെ എത്രയും നല്ല ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വെച്ചോണ്ട്. എപ്പുറത്തില്ലേ, എപ്പുറത്തൊരു അസ്കി ഉണ്ട്. വേറെ ടൈപ്പ് അസ്കിൻ്റെ മോനുണ്ട്. ഇത് അസ്കിയുടെ അച്ഛനാണെന്ന് പറഞ്ഞിട്ടാണ്. എവിടെ ഇല്ലേ 4:08 അപ്പോൾ ഞങ്ങളവിടെ വിചാരിച്ചു, നിങ്ങളെപ്പോഴും ഷോർട്സിലൊക്കെ ഞാൻ കുറേ വട്ടം കണ്ടിട്ടുണ്ട്. നമ്മുടെ ശിവൻ്റെ ഒരു കുഞ്ഞി ടെമ്പിൾ ഉണ്ട്. നമ്മുടെ ആദിയോഗി ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര്, ആദിയോഗി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അവിടെ ഉണ്ടോ പോകാൻ പോകുന്നത്. അപ്പം നേരെ പോയാലോ. നമ്മളെവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മറച്ച് മലയുണ്ടോ കണ്ടോ. അവിടെ നമുക്ക് അടുത്തോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒട്ടം തിരക്കാണ്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ നമുക്കിത് കാണാം. അടുത്തെത്തിയിട്ട് ഈ സാധനം കാണാൻ വീഡിയോ കാണാൻ പോലില്ല. നല്ല ഭംഗിയാണ്, സെറ്റപ്പ് സാധനമാണ്. എന്ത് ഭംഗിയാണ് അടുത്തുനിന്ന് എടുക്കുമ്പോ. ഇതിൻ്റെ നമ്മുടെ കൈ എത്ര ഉണ്ടാവുള്ളത്, കൈ അടുത്തുള്ളപ്പോ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. കണ്ട കൈ കണ്ട അത്രയും ഭീമാകാരാണ് ഈ സാധനം. അടിപൊളിയാണ് സാധനം. അടുത്തോടുമ്പോഴാണ് അതിന്റെ ഭംഗി. കുറച്ച് വ്യൂ കണ്ടോ, മലനിരകളുടെ നടുക്കാണ് ഈ സാധനമൊക്കെ. പാമ്പാന്ന് തോന്നട്ടെ, ഒടിയല്ല. അടിപൊളി വ്യൂ ഉണ്ട് ഗയ്സ്. ഐ ലൈക്ക് ഇറ്റ്. എന്ത് ഭംഗിയാന്ന് നോക്കി, ഭയങ്കര വലുതാണ്. നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ, സെക്കൻഡ് ഡേ ഇൻ കോയമ്പത്തൂർ. അപ്പോൾ നമ്മൾ ഇന്ന് എപ്പോൾ രാവിലെ 12:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു മാളുണ്ട്, ഏതൊരു മാളിൽ എനിക്ക് കണ്ണൂടാ, ഏതൊരു മാളിൽ പോകും, ഏതൊരു മാളിൽ നമ്മളിന്ന് പോകുന്നുണ്ട്.
അപ്പോൾ ഇന്നലത്തെ ആദ്യോഗിക നിങ്ങൾ കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പൊതുവേ ഭയങ്കര വലിയ ഒരു ടെമ്പിളായിരുന്നു. ടെമ്പിളല്ലല്ലോ, പക്ഷെ ഇതായിരുന്നു, കലയായിരുന്നു. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത 4 മണിയാകുമ്പോഴാണ് നമ്മൾ പോകുന്നത്. നമ്മൾ റെഡ് ടാക്സി വിളിച്ചിട്ടാണ് പോകുന്നത്. വേറെ അതപ്പോൾ ഗൈസ് ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മാളിലൊക്കെ ഒന്ന് കറങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ നാളെയുണ്ട് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത്. അപ്പം നമുക്ക് കുറച്ച് നടക്കണ്ടെന്നുണ്ട്, 2 കിലോമീറ്റർ ഉണ്ടെന്ന്. അപ്പം ഗൈസ് ഞങ്ങളവിടെ ഒരു കളിച്ചിരുത്തിനാണ്. നമ്മളെ ഫ്ലാറ്റ് അത് അവിടെ ഇവിടെ കൊണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ളതൊരു ലേക്കിലാണ്. കളൊക്കെ കാണാം. അവിടെ ഒരാള് സ്കൂബ എന്ന സാധനം സ്കൂബ ഡൈവിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മയക്കെടുത്തില്ല കേട്ടോ ഗൈസ്, പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കാണാം. കോയമ്പത്തൂരിൽ ഇവിടെ ഇൻസ്റ്റഗ്രാം സാരീസ് പറഞ്ഞിട്ട് ഒരു ട്രെൻഡുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പോലത്തെ കുറേ സാരികളാണ്. അമ്മയ്ക്ക് സാരി എടുക്കാറുണ്ട് അവിടെ കയറിയത്. സെയിം സൈഡിലുള്ള കുറേ സാരികളുണ്ട്. ഇവിടെ പല സ്ഥലത്തായിട്ടുണ്ട്. ഭയങ്കര വലിയതാണ് കേട്ടോ. 4 കണക്കിനുണ്ട്. ഞങ്ങളില്ലേ ബാർബിക്യൂ നേഷനിൽ വന്നേക്കാണ്. ട്രക്കിനാ ബാർബിക്യൂ നേഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ബാർബിക്യൂ നേഷനിലുണ്ട്. കനലാണ് അടിയിൽ കുക്ക് ചെയ്ത് ഒരു തരും തോന്നുന്നു.
ഞാൻ കുറേ കേട്ടോ. നമ്മൾ കുറച്ചെത്തുള്ളൂ. ഏറ്റവും കുറവെടുത്തേക്കണം നമ്മളാണ്. എനിക്ക് ഇത്രയാണ് ഏറ്റവും കുറവെടുത്തേക്കണം. സ്റ്റാർട്ടായിരുന്നു മീൻ അവരൊക്കെ എടുത്തിട്ട് ചേട്ടാ. സ്റ്റാർട്ടറായിരുന്നു അതില്ലേ. ഇന്ന് കോയമ്പത്തൂരിലെ മൂന്നാം ദിവസമാണ്. മൂന്നാം ദിവസം ഇപ്പം സമയം എത്രയും സമയം 3:11 അപ്പോൾ ഞങ്ങൾക്ക് 4 മണിക്ക് ഞങ്ങൾ അവിടെ ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ മാളിൽ പോകുക. ഞാൻ എന്തെല്ലാം പറഞ്ഞാൽ ഒരു തെറ്റുണ്ടായിരുന്നു. കാരണം എന്താണ് ഞാൻ പറഞ്ഞത് മാളിൽ പോകുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ പോകാൻ പറ്റിയില്ല. അപ്പോൾ തൊണ്ടവേദനയ്ക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് മാളിൽ പോകുന്നതായിരിക്കും. നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മാളിട്ട് പോകും. ബ്രൂക്ക്ഫീൽഡ് മാൾ എന്നാണ് മാളിൻ്റെ പേര്. അപ്പോൾ നമുക്ക് തിയേറ്ററിലെത്തിയിട്ടുണ്ടോ. KG സിനിമാസ് എന്നാണ് പേര്. ഞങ്ങളവിടെ ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളി ഒരു സിനിമയായിരുന്നു. സർവമായ എന്നാണ് പേര്. അടിപൊളി. ഞാൻ കണ്ടൊക്കെ അടുത്തിടയ്ക്ക് ലോകയായിരുന്നു. ലോകനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. KG സിനിമാസ് അടിപൊളിയുണ്ട്. ഇതാട്ടോ മാളിന്റെ എൻട്രൻസ്. മാൾ എൻട്രൻസിൽ തന്നെ കുറേ ഓഫർ ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നേരെ കയറി നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അവിടുത്തെ ഓഫറുകളൊക്കെ അറിയാൻ വേണ്ടി. കയറിയപ്പോ തന്നെ ഒരു സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ അകത്തോട്ട് കയറിയപ്പോ മിക്ക സാധനങ്ങളും അടിപൊളിയായിരുന്നു. നല്ല ബ്രാൻഡഡ് കമ്പനികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അത്യാവശ്യം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മാളിൽ വന്നിട്ട്. സൈഡ് ട്രെൻഡ്സ്, നൈക്ക, അങ്ങനെ കുറേ ഷൂ ബ്രാൻഡ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഫോണിൻ്റെ ബ്രാൻഡും അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു. ഗൈസ് അവിടെ കുറേ കടകളുണ്ടായിരുന്നു. ഡ്രസ്സ്, മേക്കപ്പ് ഐറ്റംസ്, ഇങ്ങനെ ഷൂസ്, മൊബൈൽസ് പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കോഫിയുടെ കുറേ ഐറ്റംസ് ഉണ്ട്. കുറേ സ്മൂത്തി പോലെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഐസ്ക്രീമിൻ്റെ ഐറ്റംസ് ഉണ്ട്. KFC ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നല്ല ബ്രാൻഡഡ് കമ്പനീസ് ആയിരുന്നു. ഫാസ്റ്റ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞ കുറേ കമ്പനികളുണ്ടായിരുന്നു അവിടെ കാണാൻ സാധിക്കും. പിന്നെ എല്ലാം വാച്ചിൻ്റെ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു. ഗായ്സ്, ഇന്നത്തെ ദിവസം ഇതോടെ അവസാനിക്കുന്നത്. നല്ലൊരു മാളായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മാളിൽ കുറേ ഫ്ലോറുകളുണ്ടാകും. ഫുള്ള് കയറി നോക്കിയില്ല. അടിപൊളിയായിരുന്നു മാൾ. അതില്ലേ നമ്മുടെ മാളിൽ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങളിപ്പോൾ വിചാരിച്ചു ഈ ദിവസം അടുത്ത ശനിയാഴ്ച പോവാന്ന്, നമ്മുടെ കോത്തഗിരിയിലൊക്കെ പോവാന്ന്. പക്ഷെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയായിരുന്നു. നമ്മുടെ വീട്ടിൽ പോയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ പോവാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളിന്ന് ഒരു 7 മണി 7:15 ആകുമ്പോഴേക്ക് തന്നെ ഇറങ്ങും. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ്. നാളെ ന്യൂ ഇയർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ഇറങ്ങാൻ പറ്റുന്ന സമയത്താണ് തോന്നുന്നു നമുക്ക് അറിഞ്ഞിടാം. അപ്പോൾ മിക്കവാറും ഒരു 12 മണിക്ക് എത്താനാണ് സാധ്യത. അപ്പോൾ നമുക്ക് നേരെ ഇറങ്ങാം. ഞങ്ങൾ എല്ലാ സാധനങ്ങളും കിട്ടും. ഗൈസ്, അതില്ലേ ഞാൻ കാര്യം കൂടി പറയണ്ടേ. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഞാൻ പറഞ്ഞില്ല എന്ന് വെക്കണ്ട. ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആശംസിക്കുന്നു. വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ടില്ല, അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയർ ആകുമ്പോൾ കട്ടഡ് ന്യൂ ഇയർ എന്ന് പറയാം. ക്രിസ്മസ് ഞാൻ വരിക്ക് പറഞ്ഞില്ല കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആശംസിക്കുന്നു. അപ്പം നമുക്ക് നേരെ ഗൈസ്, ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ മറ്റേ നമ്മുടെ ഷെഫ് പിള്ളിയല്ലേ, ഷെഫ് പിള്ളിയുടെ ഒരു ഹോട്ടൽ കണ്ടിരുന്നു, റെസ്റ്റോറൻറ്റ് കണ്ടിരുന്നു. അങ്ങനെ അവിടെ കയറാമെന്ന് വിചാരിച്ചു. ഇപ്പം അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ വീട്ടിലോട്ട്. ഗൈസ്, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം. ബൈ ബൈ.